ഹലോ കൂട്ടുകാരെ, ട്രിപ്ലസ് വേൾഡിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് ബോട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് പുഴയൊക്കെ കാണുന്നത്. നമ്മൾ ബോട്ടിംഗ് ആണ്. പപ്പയുടെ അങ്കിളും ആൻറ്റിയും കസിൻസൊക്കെ കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളെല്ലാം അടിച്ച് പൊളിക്കുകയാണ്. ഇവിടെ കുറേ വിദേശ പക്ഷികളൊക്കെ ഉണ്ട്. പിന്നെ കുറേ മരങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് തിരുവനന്തപുരത്താണ് ഞങ്ങൾ ഈ ബോട്ടിങ് ചെയ്യുന്നത്. കുറേ മരങ്ങളൊക്കെ പുഴയിലേക്ക് വീണ് കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബോട്ടിൽ പോകുമ്പോൾ വെള്ളം തെറിക്കണാണ് ഈ കാണുന്നത്. ഇത് ശരിക്കും കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ കുറേ മരങ്ങൾ സൈഡിലൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇതിൽ ഹമ്മിങ് ബേർഡൊക്കെ കുറേ എണ്ണം കണ്ടിട്ടുണ്ട്. ഹമ്മിങ് ബേർഡ് കുറേ എണ്ണമുണ്ട്. പിന്നെ ഈ ബോട്ട് പതുക്കെയാണ് പോകുന്നത്. അവിടെ വായും പൊളിച്ചിരിക്കുകയാണ്, ഉറക്കം വന്നിരിക്കണേ. പിന്നെ ബാക്കിലുള്ള ബോട്ടും പപ്പയുടെ കസിൻസും ഒക്കെയാണ്. ഞങ്ങൾ 2 ബോട്ടായിട്ടാണ് പോകുന്നത്. ഇതിനകത്ത് ഇവിടെ ഉള്ളത് പപ്പയുടെ ഒരു അങ്കിളും ഒരു ആൻറ്റിയാണ്. പിന്നെ 2 ആൻറ്റിയും ഒരു അങ്കിളും ഉണ്ട്. ബാക്കി ആൾക്കാരൊക്കെ മറ്റേ ബോട്ടിലുണ്ട്. പിന്നെ ഞങ്ങൾ ഫുൾ ഫാമിലി ഈ ബോട്ടിലാണ്. പിന്നെ അമ്മച്ചിയും അപ്പച്ചനും ഒക്കെ ഉണ്ട്. വളരെ നല്ല കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇവിടെയൊക്കെ വന്നൊന്ന് വിസിറ്റ് ചെയ്യണം. വളരെ ഭംഗിയാണ്. കുറേ മരങ്ങളൊക്കെ വീണ് കിടക്കണൊക്കെ കാണാം. ഞങ്ങളപ്പം ഇനിയും കുറേ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കാട്ടിലൊക്കെ പോയാൽ അവിടെ പാമ്പുകളൊക്കെ ഉണ്ടെന്നാണ് ഇവരൊക്കെ പറഞ്ഞത്. പിന്നെ ഇവിടെ സൈഡിൽ ഒരു മരമുണ്ട്. ഒരു മാങ്ങ പോലെ ഇരിക്കും. അതിൻ്റെ ഉള്ളിലൊരു സാധനമുണ്ട്, ഒരു കുരു പോലത്തെ സാധനം. അത് തിന്നാൽ അത് വിഷമാണ്, നമ്മൾ മരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരു മരമുണ്ട്. പിന്നെ ഈ ബോട്ടും തൊട്ട് ബാക്കിലുള്ള ബോട്ടാണ് നമ്മൾ വരുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് ബാക്കിലുള്ളത് വേറെ ആരാണ്. കുറേ കാഴ്ചകളൊക്കെ ഇവിടെ കാണാം. ചില ഇലയൊക്കെ നമ്മുടെ ബോട്ടിൻ്റെ ഉള്ളിലൊക്കെ കയറി വരുമായിരുന്നു. ഇടവഴിയിലൊക്കെയൊക്കെ പോകുമ്പം ഇലകളൊക്കെ നമുക്ക് നമ്മുടെ അടുത്തൊക്കെ വന്ന് മുട്ടും. അങ്ങനെയൊക്കെയാണ്. ഇതൊരു ഇടവഴിയിലോട്ടാണ് പോണേ. പിന്നെ വിദേശ പക്ഷിയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി വരുമോ എന്നറിയില്ല. കുറേ വിദേശ പക്ഷികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഹമ്മിങ് ബേർഡൊക്കെ ഉണ്ട്. ഹമ്മിങ് ബേർഡ് കുറേ എണ്ണമുണ്ട് ഇവിടെ. പിന്നെ കുറേ പുല്ലൊക്കെ ഇങ്ങനെ വെള്ളത്തിന് മുകളിൽ കൂടെ ഒക്കെ വളർന്നു വന്നിട്ടുണ്ട്. കുറേ ഞങ്ങൾ പോകുമ്പോൾ കുറേ ബോട്ട് കണ്ട്. ചില ബോട്ട് ഭയങ്കര പതുക്കെ പോവും, ചില ബോട്ട് ഭയങ്കര സ്പീഡിൽ പോകും. അങ്ങനെ കുറേ ബോട്ട് ഉണ്ടായിരുന്നു. പിന്നെ കുറേ മരങ്ങൾ മറിഞ്ഞ് വീഴണം, കുറേ മരങ്ങൾ വളഞ്ഞ് കിടക്കണൊക്കെ കണ്ടായിരുന്നു. ഇടവഴിയിലൊക്കെ പോകുമ്പോൾ കുറേ മരങ്ങൾ മറിഞ്ഞ് വീണയൊക്കെ കാണാം. ചില മരമൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ മുതല ഇരിക്കണ പോലെയൊക്കെ തോന്നും. അങ്ങനെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ കാണുന്നത് കാടാണ്. നമ്മളിപ്പോൾ ബോട്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത് കാടാണ്. നിങ്ങളിതൊക്കെ കണ്ടോ? ഞങ്ങൾ നല്ല വഴി കൂടെയാണ് പോണേ. ഭയങ്കര കുഞ്ഞു വഴി കൂടെ ഞങ്ങൾ പോകുന്നില്ല. കൂടുതലും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ കാട്ടിലൊക്കെ കുറേ മരങ്ങളൊക്കെ വീണ് കിടക്കണൊക്കെ കാണാം. പിന്നെ നമുക്ക് സേഫ്റ്റി ആയിട്ട് ഇരിക്കാൻ സൂട്ടൊക്കെ തരും. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ട് നമുക്ക്. കുറേ മരങ്ങൾ വിളിക്കാധികം പേര് കിട്ടിയില്ല. ലൈഫ് ജാക്കറ്റ് നമുക്ക് കുറേ ഇത് കാണാൻ പറ്റും. നിങ്ങൾ എന്തായാലും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു ബോട്ടിംഗ് ആണിത്. ആരൊക്കെ ബോട്ടിങ്ങിന് പോയിട്ടുണ്ടെന്ന് കമന്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ കടലിന്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പം കരേൻ്റെ അടുത്ത് എത്താറായി. ഇനി നമ്മൾ അവിടെ എത്തിയിട്ട് തിരിച്ച് ഈ വഴി തന്നെ പോകും. പിന്നെ ഞങ്ങളുടെ കസിനും ഉണ്ട്. അപ്പം പക്ഷെ അവൻ വന്നില്ല. അവന് ബോട്ടിൽ കയറുമ്പം തന്നെ കരഞ്ഞ് പേടിയായിട്ട് സൗണ്ടൊക്കെ കേട്ടപ്പം. അപ്പം അവനും അങ്കിളും കൂടെ കാറിരിക്കുകയാണ് ഇപ്പോൾ. അപ്പം അവർ ആ ബീച്ചിലോട്ട് വരാമെന്ന് പറഞ്ഞ്
പിന്നെ തിരിച്ചു പോകുമ്പോൾ അവർ കരയിൽ കൂടെ തന്നെ പോകും. ഇത് അപ്പുറത്ത് ഇതാണ് ഞങ്ങളുടെ മറ്റേ ബോട്ട്. നമ്മൾ തോപ്പിക്കാൻ പറഞ്ഞാണ്, പക്ഷെ ഇനി നമ്മൾ തോപ്പിച്ചതിനെ പോവും. ഞങ്ങളുടെ അപ്പച്ചനാണത്, കണ്ട മാസൊക്കെ ഇറക്കിക്കണേ. ഇതൊക്കെ ഞങ്ങൾ ആൻറ്റിയാണ്. പിന്നെ ചില ഇലയൊക്കെ നമ്മുടെ മുഖത്തൊക്കെ കൊണ്ടായിരുന്നു. എൻ്റെ മുഖത്തുണ്ടില്ല, എബിലിൻ്റെ മാത്രം കൊണ്ടുപോകും. കണ്ട കൊറേ ഇത് ഒരു ഫുൾ മരത്തിന്റെ കടിയുള്ള. ഇത് വെള്ളത്തിനടിയിലാണ് ഈ മരം ഉള്ളത്. നല്ല വലിയ മരമാണ്, ഭയങ്കര ആഴമുള്ള വെള്ളമാണിത്. ചില സ്ഥലത്തൊന്നും ആഴമില്ല, അവിടെ കുറെ പിള്ളേർ ഇറങ്ങി വെള്ളത്തിൽ കുളിക്കണൊക്കെ കാണാം. കാക്കയൊക്കെ പോകുന്നുണ്ട്. കുറെ മരങ്ങളുണ്ട്. നിങ്ങൾ എന്തായാലും വന്ന് വിസിറ്റ് ചെയ്യേണ്ട നിർബന്ധമായിട്ടുള്ള സ്ഥലമാണ്. നിങ്ങളൊക്കെ നോക്കിക്കോ, ചിലപ്പോൾ വലിയ വിദേശ പക്ഷികളൊക്കെ കാണാൻ പറ്റും. കാക്കയൊക്കെ ഇവിടെ കുറെ ഉണ്ട്. ഇപ്പൊ നമ്മള് ഉള്ളിൽ നിന്ന് പുറത്തെത്തിയിട്ടുണ്ട്. ഇവിടെ അത്ര ആരൊന്നുമില്ല, സ്റ്റെപ്പുള്ള അവിടെയൊക്കെ ഇറങ്ങാൻ പറ്റുന്നതാണ്. ഇവിടെ അത്ര ആഴമൊന്നുമില്ല, ഈ സ്ഥലത്ത് ഇറങ്ങാൻ പറ്റുന്നതാണ്. കണ്ടോ, നമുക്ക് ഈ ബോട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ ടൈമർ എടുക്കാം. 2 hour 1 hour ഒക്കെ ആക്കി എടുക്കാം. ഇത് എറിഞ്ഞാണ് നമുക്ക് കേൾക്കുന്നത്. ബാക്കിൽ തങ്ങളെ നോക്കുകയാണെന്ന് തോന്നണേ. അവരെ തോപ്പിച്ചു പോയി. അപ്പം ബാക്കിൽ ഇപ്പോഴും അവരുണ്ടോ നോക്കുവാണ്. നമുക്ക് പതുക്കെ പോകുമ്പോഴാണ് കൂടുതൽ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. സ്പീഡിൽ പോകുമ്പോൾ ഒരു കാഴ്ച 1 സെക്കൻഡൊക്കെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് നമ്മൾ പതുക്കെ പോകുന്നത് നമുക്ക് കുറേ എണ്ണത്തിനെ കാണാൻ പറ്റും. ഇതിപ്പോൾ ചെറിയ സ്റ്റക്ക് ഉണ്ട് ഇത്, പക്ഷെ ഇതിപ്പോൾ ശരിയാവും. നിങ്ങൾ നോക്കോ, ഇപ്പൊ നമ്മള് പിന്നെ ആഴമുള്ള ഉള്ളിലൊക്കെ ഉൾ സ്ഥലങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പുല്ലുകളൊക്കെ കണ്ട, ആ പുല്ലുകൾ അങ്ങനെ നിക്കണമെന്നേ ഉള്ളൂ. നമ്മളെ അവിടെ പോയി ചവിട്ടാൻ നോക്കിയാൽ നമ്മൾ നേരെ വെള്ളത്തിനടിയിൽ കിടക്കും. പിന്നെ നമ്മള് ഇത് പോകുമ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങളിപ്പോൾ ബുക്ക് ചെയ്യണം 1 hour-ൻ്റെ ആണ്. നിങ്ങൾക്ക് എത്ര വേണേലും ബുക്ക് ചെയ്യാൻ പറ്റും. ഇല്ല, 1 hour 1.5 hour, പിന്നെ 2 hour ഉണ്ടെന്ന് തോന്നുന്നു. ഇത് നമ്മൾ പെട്ടെന്ന് വീഴത്തൊന്നുമില്ല, കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വീഴൊന്നുമില്ല. ഇപ്പൊ ഒരു മരം കണ്ടില്ലേ വീണ് കിടക്കണത്, ഇതൊക്കെ കണ്ടോ വളഞ്ഞൊക്കെ പറഞ്ഞിരിക്കുകയാണ്. വളഞ്ഞൊക്കെയാണ് ചില മരങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇത് ഞങ്ങളെടുത്ത ഫോട്ടോ, ബീച്ചിൽ നിന്ന് എടുത്താൽ. ഞങ്ങൾ ബീച്ചിൽ പോയായിരുന്നു, അപ്പൊ അവിടെ വെച്ചതാണ്. ഇത് ഫ്ലോട്ടിയാണ്, റിസോർട്ടാണ്, ഒരു വീടായിട്ടാണ് അത്. റിസോർട്ടാണ്, ഫ്ലോട്ടിയാണ്. നിങ്ങൾക്ക് കാണാം, ഒരിക്കാൻ കാണിച്ചു തരാം. ഇത് ബീച്ചാണ് ഇപ്പൊ കാണുന്നത്. പക്ഷെ ഞങ്ങൾ ഒരു ബീച്ചിൽ പോയപ്പോൾ അവിടെ ഇറങ്ങാനൊന്നും പറ്റിയില്ല. അപ്പോൾ എന്നുവെച്ചാൽ ഇറങ്ങാൻ പറ്റും, പക്ഷെ ഞങ്ങൾ എക്സ്ട്രാ ഡ്രസ്സൊന്നും കൊണ്ടുപോയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാല് മാത്രം നനച്ചിട്ട് വന്നു. പിന്നെ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വെള്ളമൊക്കെ നനച്ചിട്ട് വെച്ചാൽ കുറച്ച് കയറ്റി നിർത്തി, പിന്നെ വെള്ളമൊക്കെ നനഞ്ഞ് കാലൊക്കെ കൊണ്ട് ബീച്ച് വരെ നടന്നു പോകണം. പക്ഷെ അതൊക്കെ ഭയങ്കര രസമാണ്, കാലൊക്കെ അതിൽ മുക്കുമ്പോൾ. ഇത് കുറച്ച് പക്ഷികൾ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസാണ്. ആ ബീച്ചിലൊരു കടലുണ്ടായിരുന്നു. ആ കടലില് ഞങ്ങളൊക്കെ കാലിട്ടു. അപ്പോൾ എൻ്റെ ചേട്ടൻ അതിൽ മീനിനെയൊക്കെ പിടിക്കാൻ നോക്കി. ഇത് കൊക്കാണ് ഈ കാണുന്നത്, കുറെ കൊക്കുണ്ടായിരുന്നു. എറിന് ഇത്ര നേരം മിണ്ടൂല എന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു, ഇപ്പൊ സംസാരിച്ച്. ഇതൊരു പക്ഷിയാണ്, പേര് അറിയില്ല. ഇപ്പൊ കണ്ടത് പക്ഷിയാണ്.
കൊറേ പക്ഷികൾ സ്റ്റാച്ചു ഇട്ടൊക്കെ നിൽക്കുമായിരുന്നു, പക്ഷെ ജീവനുള്ളതാണ്. ഇപ്പൊ ബോട്ട് നിർത്താൻ പോവാണ്. ആ നേരെ കാണുന്ന സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇപ്പൊ നിർത്തി. അപ്പൊ ഞാൻ ഇറങ്ങാൻ വേണ്ടി ലൈഫ് ജാക്കറ്റ് ഒക്കെ ഊരി നമ്മളെ സ്ഥലം എത്തിയിട്ടാണ് ഊരിയത്. പിന്നെ നമുക്ക് ചെരുപ്പൊക്കെ അവിടെ തന്നെ അയച്ചു വെക്കാം. എന്നിട്ട് നമ്മള് ഇപ്പൊ വേറെ ബോട്ടിലാണ് പിന്നെ കയറെങ്കിൽ നമുക്ക് ചെരുപ്പും എല്ലാ ബാഗൊക്കെ ആ ബോട്ടിലങ്ങ് കൊണ്ടും തരും. ഒന്നും മിസ്സൊന്നും ആവില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ പുതിയ ബൈ ബൈ.